അന്റെ ഉണ്ടാക്കാൻ പാടിയാണ് ഇവിടുന്ന് വിട്ടോ മോളെ മുണ്ടേരിക്ക് വിട്ടോ. ഞാൻ വേറെ പെണ്ണെട്ടിക്കോളാം. എല്ലാവരും ഭർത്താവിന് വേണ്ടത് കട്ടൻ ചായ ഉണ്ടാക്കി കൊടുക്കാതെ നിങ്ങളെങ്ങനെ പാട്ടടി ഡാൻസിന്റെ ഒരു പുതിയ പാട്ടറിയിക്കുള്ള ഗൈസ്. എങ്ങനെയുള്ളത് അറിയണോണ്ട് ഇത് പാടിത്തന്നാണ്. കമന്റിൽ പാടരുത്, കാരണം കമന്റിൽ വോയിസിന്റെ ഇതില്ല. അവിടെ നിങ്ങളെ പാടിയിട്ട് കാര്യമില്ല, കാരണം എനിക്ക് കേൾക്കൂല. അപ്പൊ ഇങ്ങനെ കമന്റിൽ എഴുതിയാൽ മതി അറിയാണ്ട്. അപ്പൊ ഇന്നത്തെ നമ്മളെ വ്ലോഗ് തുടങ്ങുന്നത് എവിടെ നിന്നാണെന്ന് ചോദിച്ചാൽ എൻ്റെ ഈ സുന്ദരമായ ഫേസിൽ നിന്നാണ് ഗൈസ്. കുഞ്ഞുമോളെ, പിന്നെ കുഞ്ഞോളെ ഞാൻ കുഞ്ഞുമോളെ എന്ന് പേര് മാറ്റിയിരിക്കുകയാണ്. കാരണം കുഞ്ഞോളെ വിളിക്കുമ്പോൾ എനിക്ക് ആ ഒരു ഫീല് കിട്ടത്തില്ല ഗൈസ്. അതുകൊണ്ട് ഞാൻ കുഞ്ഞുമോളെ കുഞ്ഞേ എന്നൊക്കെയാണ് വിളിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഇബ്രാഹിം മദ്രസയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സമയമാണ് ഇപ്പോൾ. ഇബ്രാഹിം, എന്താണ് ഈ ഒരു അവസരത്തിൽ താങ്കൾക്ക് പറയാനുള്ളത്? എന്ത് നേന്ത്രപ്പഴം മണ്ണാക്കിലിട്ടാണോ വർത്താനം പറയണത്? ഒരു നല്ല പോലെ പറയടാ മദ്രസ കുട്ടിയെ. എന്ത് തൊള്ളിത്തെ കൈയ്യട്ടെ. എന്നാ കഴിഞ്ഞിട്ട്. പിന്നെ അതേപോലെ കുഞ്ഞുമോ ഇവിടെ വാ. നമ്മൾ ഫ്രണ്ട് ക്യാമറയിലാട്ടോ ഗൈസ് വീഡിയോ എടുക്കുന്നത്. കുറേ ദിവസത്തിന് ശേഷമാണ് ഞങ്ങളിങ്ങനെ ഫ്രണ്ട് ക്യാമറയിലൊരു വ്ലോഗ് എടുക്കുന്നത്. ഇങ്ങനെ പിടിച്ചിട്ടേ കൈയൊക്കെ ഇങ്ങനെ തിരിഞ്ഞു പോവാണ്. പിന്നെ നമ്മൾ ചോറുന്നുമ്പോഴൊക്കെ ഇങ്ങനെ കൊണ്ടുവരിക. കാരണം ഇത് നമ്മളെപ്പോഴും ക്യാമറ ഇങ്ങനെ തിരിച്ചു പിടിച്ചിറങ്ങിയിറങ്ങാണ്ട്. അപ്പം നമുക്ക് ഓക്കെ, ഞാൻ പല വട്ടം പറഞ്ഞ റാഷിദ, എൻ്റെ ചാനലിൽ കുരക്കരുത്. സ്റ്റാൻഡേർഡ് ചാനലാണ്. ഇതെൻ്റെ മുണ്ടേരിത്തെ ലോക്കലല്ല, മനസ്സിലായോ? ഞാൻ ഉള്ളതുകൊണ്ടാണ് ഇപ്പൊ ഇതൊരു ലെവലിൽ ഇങ്ങനെ പോണത്. പിന്നെ ഇബ്രാഹിമേ, വിഷു ആണ്, നമുക്കൊരു പടപ്പൊക്കെ പൊട്ടിക്കണ്ടോ മോനെ? രാവിലെ നീച്ചൊന്ന് മുഖൊക്കെ ഒന്ന് കേൾക്കൂടെ? കണ്ണു ചൊറിയാണ്. എത്താണ് ഇബലൊക്കെ പടക്കം പൊട്ടിച്ചത്? ഇബ്രാഹിം പോലെ റൂമിലാണ് കടത്തി. അപ്പൊ അവിടക്ക് നല്ല സൗണ്ട് കേൾക്കുന്നുണ്ടാവും. ഇപ്പൊ ഇബ്രും ചുബ്രും അബ്രൊക്കെ റൂമിലെ കിടക്കല് ഇപ്പൊ ഒരു മടിയിൽ ഓലെന്നാണ് പറയും ഞങ്ങൾ അവിടെ കടന്നോളാന്ന്. ഞാൻ പറയും ആണ്ട് നിങ്ങൾ റൂമിൽ കടന്നോളേ, കിടക്കണമെങ്കിൽ കുഴപ്പമില്ല, രാത്രി നീച്ച് പാളിയൊക്കെ തന്നാ മതി. അങ്ങനെ ഒരു സ്വഭാവം ഓൾക്ക്. ഇവര് മൂന്നാൾ പ്ലാൻ ചെയ്യും, ഉറങ്ങിയ മാതിരി അഭിനയിച്ച. എന്നിട്ട് ഞങ്ങൾ ഓരോ കുസൃതികൾ കാണിക്കുമല്ലേ, ഇപ്പോൾ ആപ്പിളി പെണ്ണുങ്ങളാകുമ്പോൾ ഉണ്ടാവും. എന്നിട്ട് മൂന്നാൾ ഒരു ദിവസം 3 തല, അതായത് നമ്മളാ കട്ടിലുണ്ടല്ലോ, കാര്യമൊക്കെ കട്ടിലിൻ്റെ ബാക്കിൽ 3 കണ്ണ്, ഇങ്ങനെ 3 6 6 കണ്ണ്. ഈ 6 കണ്ണ് എന്ത് ചെയ്തു? ഞാൻ നോക്കിയപ്പോൾ 6 കണ്ണ്. അപ്പോൾ ഇവർ മൂന്നാളും പ്ലാൻ ചെയ്ത് കണ്ട് നീച്ച് നോക്കുക. ബെഡ്റൂമിൽ ഞങ്ങളൊപ്പം കടന്നു കാണ്ട് ഞങ്ങൾ കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മ ഒക്കെ ചെയ്യുമ്പോഴത്തേനും ഇവർ പാളി നോക്കുക. ഉസുറും പൊളിൻ്റെ ചെങ്ങന്മാരെ നിങ്ങൾക്ക് ഉണ്ടോ? ഇബ്രാഹിമേ ഞാൻ ചെയ്യോ? ഇജ്ജ് പറഞ്ഞെടുത്ത പ്ലാൻ അല്ലേ അത്? ഓലോട് ഉറങ്ങാണ്ടിട്ടാ നമുക്ക് അല്ല, ഞാനേ ഇമ്മച്ചി കാര്യങ്ങളെ അങ്ങനത്തെ വാർത്താനോ പറയണേ. അത് നാളെഞ്ഞോട് ഈറടിപ്പിച്ചപ്പോൾ ഞാൻ ഒന്ന് പൊട്ടിക്ക്. അപ്പോൾ ഒന്നാലും ഒഴിച്ച. അപ്പോൾ അത് കേട്ട് ബന്ന് ചോദിച്ചു. അത് കേട്ടല്ല, തൽക്കണി പോണ എൻ്റെ മേത്തേക്ക് ബെഡുണ്ട്. അതെന്താ, അത് അന്ന് നമ്മൾ ഹോട്ടലിൽ റൂം നിന്നപ്പോഴല്ലേ. ഞാൻ അതല്ല പറയുന്നത്, ഇവിടെ റൂമിൽ ഞങ്ങളടുത്ത് കടന്നാണ് നിങ്ങൾ പാളി വെക്കലുണ്ട് എന്നുള്ളൊരു ന്യൂസ് കിട്ടിയിരുന്നു. വിഷയം മാറ്റണോക്കാണ്. ഇവിടെ വന്നാൽ അല്ലടാ ഞങ്ങൾ പോക്കാം, ഒരു സലാം തരിക അല്ലെങ്കിൽ ഒരു ഉമ്മ തരിക, അതൊക്കെയാണ് ഒരു മര്യാദ മദ്രസക്ക് പോണ കുട്ടികൾ ചെയ്യേണ്ടത്. ഇപ്പൊ അത് മനസ്സിൽ ഇവിടെ വാ. എടാ, അത് ഞങ്ങൾ ഉറങ്ങിയിട്ട് ഞങ്ങൾ ഉമ്മച്ചിക്ക് കൊണ്ടുവന്നത്. ഞാനും ഉമ്മച്ചി ഇന്നലെ പൂത്തിരിയൊക്കെ എത്തിച്ചു രാത്രി. വിഷല്ലേ ഇന്നലെ
പൊട്ടിച്ച ഏ അപ്പൊ ഹിന്ദു ആണല്ലേ പോയിക്കാണി പുറത്തുനിന്ന് പോയിക്കാണി. എടാ വിഷു എന്ന് പറഞ്ഞ ഒരു കേരളീയ ഉത്സവമാണ്, മനസ്സിലായോ? ആരാന്നോട് പറഞ്ഞേ? ഹിന്ദുക്കളാണ്. ഹിന്ദുകള് മുസ്ലിം ആള് എന്നൊന്നുമില്ല, മനുഷ്യന്മാര്. ഇനി അങ്ങനത്തെ വാക്കാന്റെ നാവുകൊണ്ട് കേക്കരുത് കേട്ടോ. ഹിന്ദുക്കളാണ് പൊട്ടിച്ച. ആരെ പറഞ്ഞേ? പെരുന്നാളാണ്. അതൊക്കെ ആഘോഷം ഞമ്മക്ക് അത് ഹിന്ദുസിന്റെ ആഘോഷമാണ്. പടക്കമൊക്കെ പൊട്ടിക്കാം. അനക്ക് പടക്കം കിട്ടിയാലും നീ പൊട്ടിച്ചൂലല്ലോ, ഉറപ്പല്ലേ? എടി ആ കേസിലെ പടക്കം നിർത്തിയത് അത് കൊണ്ട് പൂത്തിരി കൊണ്ട് വേഗം കൊണ്ട് ആയിക്കോട്ടെ, അത് സാരില്ല. ഇങ്ങനത്തെ പാഠങ്ങളൊക്കെ പഠിപ്പിച്ചിട്ട് പറഞ്ഞാൽ മതി എൻ്റെ കുട്ടി, ഉറപ്പല്ലേ? കയ്യോണ്ടാ ഇതാക്കല്, മൂക്ക് ഇതുണ്ട് ക്ലീൻ ആക്കി പോന്നാ. സംഗതി അവൻ പറഞ്ഞത് കറക്റ്റാണ്. ഇത് ഹിന്ദുസിൻ്റെ ആഘോഷമാണ് വിഷു എന്ന് പറയുന്നത്. പക്ഷെ നമ്മളൊരു മതസൗഹാർദ്ദം എന്നുള്ള നിലയ്ക്ക് നമ്മളെ കുട്ടികൾക്ക് എന്ത് ചെയ്യുക, വിഷു ആകുമ്പോൾ പടക്കം പൊട്ടിക്കാനുള്ളൊരു സംഭവം ചെയ്യുക, ഓണാകുമ്പോൾ സദ്യ കഴിക്കാനുള്ളൊരു അവസരം കൊടുക്കുക. കാരണം നമ്മളൊക്കെ കേരളത്തിൽ ജീവിക്കണതാണ്. നമുക്ക് വേണമെങ്കിൽ മുസ്ലിങ്ങൾ ആഘോഷിക്കും, ക്രിസ്മസ് ആണ്, പെരുന്നാളാണ്, നമ്മൾ പെരുന്നാൾ മാത്രമേ ആഘോഷിക്കൂ എന്ന് വേണമെങ്കിൽ ചിന്തിക്കാം, പറയാം, ചെയ്യാം. പക്ഷെ അത് അടിച്ചേൽപ്പിക്കാൻ പാടില്ല. ഓക്കെ, സബ്സ്ക്രൈബേഴ്സിനോടാണ് പറയുന്നത്. കാരണം വല്ല എന്ത് ചെയ്യും, ആ കുട്ടിക്കില്ല അന്തം കൂടി എനക്കില്ലല്ലോ മറ്റേ മറിച്ച് എന്നൊക്കെ പറയും. അപ്പോൾ നിങ്ങളെ കുട്ടികളെ അങ്ങനെ രീതിയിലാണ് വളർത്തണമെന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ നിർത്തിക്കളി. കാരണം ഭാവിയിൽ പോലെ എന്ത് ചെയ്യും, അത് നിങ്ങൾക്ക് എത്ര നമ്മളെ മതം ഉണ്ടെന്നുണ്ടെങ്കിലും അത് വേറൊരു മതത്തിനെ കുറ്റം പറഞ്ഞിട്ടോ വേറൊരു മതത്തിനോട് ദേഷ്യം എന്തേ എന്താണ് അഭിപ്രായമേ? ഒരു പൂത്തിരി എത്തിച്ചാലോ? എന്തേ പിന്നെ എപ്പോ വേണ്ടെന്നാ പറയണത്? ഞാനും മെച്ചിനെ കത്തിച്ചണേ. ഇജെന്താ പറഞ്ഞ ഇപ്പൊ വേണ്ടെന്നല്ലേ? അപ്പൊ ഇജെന്താ ഇപ്പൊ കൊറച്ച് നേരത്തെ പറഞ്ഞത് ഇത് കത്തിച്ചാൻ പാടില്ല എന്നല്ലേ പറഞ്ഞത്? ഇത് പൂത്തിരിയാണ്, മനസ്സിലായോ? ഇബ്രാഹിമേ ഇത് പൂത്തിരിയാണ്. ഇത് തീ കൊടുത്താൽ കത്തും. മുസ്ലിം തീ കൊടുത്താലും ഹിന്ദു തീ കൊടുത്താലും ക്രിസ്ത്യാനി തീ കൊടുത്താലും കത്തും. ആര് തീ കൊടുത്താലും ഇത് തീ മാത്രം, ഇതിങ്ങനെ കത്ത് മാത്രമേ ചെയ്യുള്ളൂ, മനസ്സിലായോ? അപ്പോൾ ഹിന്ദുക്കളതോ മുസ്ലിങ്ങളതോ ക്രിസ്ത്യാനികളതോ ഒന്നും അല്ല. ഇതൊക്കെ നമ്മളൊരു ഹാപ്പിനെസ്സിനും നമ്മുടെ ആഘോഷങ്ങളിലും പങ്കുചേർക്കുന്ന സംഭവമാണ്, മനസ്സിലായോ? ഞാൻ വലുതൊക്കെ വാങ്ങിയാണ്. ഇതൊക്കെ ഉണ്ടോ അവർ കത്തിച്ച് ചാരൽക്ക് വല്ല കളിച്ചണ്ട ജോഡ്. ഓക്കെ, ഗർഭം കലക്കി ഗുണ്ട്. ഓക്കെ, എന്തൊക്കെ ഫിഷ് ചക്കരം എന്നാ ഞാൻ ഒക്കെ തിരി ഇളക്കല്ല, തിരി ഇളക്കി അതൊന്നും കത്തൂല. പിന്നെ ഇബ്രു മദ്രസക്ക് പോയിട്ട് പൊട്ടിച്ച, അതായത് അവനക്ക് ഇതൊന്നും ഇഷ്ടമല്ല. അതൊക്കെ കയ്യമാക്കണ്ട, അത് പോയി കൈ വന്ന ഒക്കെ ഉണ്ടായിക്കോട്ടെ, കൈ കഴിക്കുക. നോക്കല്ല ഒക്കെ രാത്രി നോക്കാം. പോ പൈസ വരുന്നതാണല്ലോ പടക്കം, പൈസ പോണതാണോ? ഒക്കെ പോയി കൈ കഴിക്കുക. അപ്പൊ അതാണോന്ന് ചോദിക്കണേ. അപ്പൊ ഗൈസിങ്ങോട് പറയാനുള്ളത് എന്താ പറയുക, ഈ ചെറിയ കുട്ടികളിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, വിഷു ആഘോഷിക്കാൻ പാടില്ല, ഓണം ആഘോഷിക്കാൻ പാടില്ല. കാരണം നമ്മൾ കേരളത്തിലാണ്, മതേതര രാഷ്ട്രം, ഇന്ത്യയിലെ കേരളീയ വിദ്യാഭ്യാസ സ്റ്റേറ്റിലാണ് നമ്മൾ ജീവിക്കുന്നത്. ചെറ്റവർത്താനം പറഞ്ഞ് കുട്ടികളെ വളർത്തരുത്. ഓക്കെ, പറഞ്ഞത് പോയിന്റാണ്. മുസ്ലിംസിന്റെ ആഘോഷം എന്ന് പറഞ്ഞാൽ പെരുന്നാളാണ്. പക്ഷെ ഇത് ആഘോഷം എന്നുള്ളതല്ല, നമ്മുടെ ആ ഒരു സൗഹാർദ്ദം അതിൽ മാത്രം. ഓക്കെ, ഇപ്പം നമ്മളൊരു കല്യാണത്തിന് പടക്കം പൊട്ടിക്കണ, സൽക്കാരത്തിന് പടക്കം പൊട്ടിക്കണം, അതേപോലെ കാണാൻ പറ്റുള്ളൂ. അല്ലാതെ അതിലൊരു പുണ്യം കിട്ടുന്ന കരുതിയിട്ട് പടക്കം പൊട്ടിക്കുമ്പോഴാണ് പ്രശ്നം. വലൈക്കും അസ്സലാം. ഓക്കെ, കുഞ്ഞുമോളെ കുഞ്ഞുമോള അയ്യോ കണ്ട കഴിട്ടോ, സോറി. ഞാൻ അങ്ങനെ കവിളത്ത് ഇങ്ങനെ പിടിച്ചത്, അതങ്ങനെ കൈ കൊണ്ട് ഞാണ്ട് ഇവിടെ ഇതിലെ പിടിച്ചത്. ടീച്ചർ ബേബി പറഞ്ഞ
ഞാന് മാറ്റമൊക്കെ കഴിഞ്ഞ ഉമ്മ ഓർക്കാൻ പറഞ്ഞപ്പോ ഇങ്ങനെ ഉണ്ട്. സ്കൂൾക്ക് മദ്രസക്ക് പോണതിന്റെ മുന്നേ ഒരു ഉമ്മ, കടന്നുറങ്ങണതിന്റെ മുന്നേ ഒരു ഉമ്മയാണ്. ആർക്ക് ടിഷ ബേബിക്ക് ബലവാക കൊടുക്കുക. അതിന്റെ മുന്നേ കൊടുക്കണ്ട് അബ്രു ജുബ്രു ഒക്കെ. ശ്രദ്ധിക്കണം. പക്ഷെ ഉറങ്ങാൻ പറയുമ്പോ ഔദന് കുട്ടിക്കൊരു ഉമ്മ കൊക്കട്ടെ കേട്ടോ പറഞ്ഞിട്ട് അപ്പൊ ഒരു പാച്ചില്ല. ഓല റൂമിലാണ് കിടക്കല് ഗൈസ്. ആണ് കാണിച്ചു കൊടുക്കട്ടെ. കണ്ടില്ലേ? അപ്പോൾ ഇവര് രണ്ടാളും ഇവിടെ കിടക്കും. പിന്നെ അതേപോലെ ഇബ്രാഹിം കുട്ടി ഇപ്പുറത്തെ ബെഡിൽ കിടക്കും. ടിഷ വലുതായ ആ ബെഡിൽ കിടക്കും. അങ്ങനെയാണ് ഇപ്പം ഇനി കളി അല്ലേ? ഇല്ല, നല്ല തണുപ്പുണ്ടല്ലോ അല്ലേ? മാറ്റണല്ലേ എ സി. ഇവർക്ക് ഇത്ര തണുപ്പൊന്നും വേണ്ട. ടിഷ്യൂ ബേബി എവിടെ? ആ ടിഷ്യൂ ബേബി. ടിഷ്യൂ എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഉള്ള അറിഞ്ഞു കേട്ടോ. ഇങ്ങനെ മൂടി വരുന്നതാണല്ലേ? കാല് ഫുള്ളായിട്ട് മൂടണേ. കാല് കൊള്ളാതെ പടം മുറിച്ചില്ലേ? ഉറങ്ങട്ടെ ഗൈസ്. അല്ല ചായക്കെന്താ കടി? ആ ആയിക്കോട്ടെ. ചായക്കെന്താ കടി? നേന്ത്രപ്പഴം. വേഗം കൊണ്ട് എന്താ ആ ഒന്നും വേണ്ട. ആ ഹെൽത്തി ഒക്കെ വെച്ചാണ് മുങ്ങിയാൽ മതി. നെയ്യൊക്കെ കാണുമ്പോ തന്നെ പുഴുങ്ങിയിട്ട് പുഴുങ്ങിക്കണോ? എന്നാ പച്ചപ്പഴങ്ങോ? 6 കിലോ മദ്രസിന് 6:25 ഓള് നീച്ച. 8:00 8:29 നീച്ച. ചായ ഉണ്ടോ? പാല് കണ്ടോ? ചായ ആ വേണം. ഇങ്ങനെ ചോദിക്കണ ഒരു ദിവസം ഓരോ ദിവസം റാഷിദ. ഒരു പേരിൽ എന്തൊക്കെ സാധനങ്ങളാണ് രാവിലെ എന്താണ് ഇജേ അന്റെ ഉണ്ടാക്കാൻ പാടിയാണ്. ഇവിടുന്ന് വിട്ടട്ടെ മോളെ. മുണ്ടേരിക്ക് വിട്ടോ? ആ ഞാൻ വേറെ പെണ്ണെട്ടിക്കോളാം. എല്ലാവരും ഭർത്താവിന് വേണ്ടത് കട്ടൻ ചായ. ഉണ്ടാക്കി കൊടുക്കാതെ കട്ടൻ ചായ എടുക്കാതെ പാല് കൊടുത്തുകൊണ്ട് വളർത്താൻ നോക്കാനുണ്ടെന്ന് കണ്ടല്ലോ. ആട്ടിച്ചിട്ടെ എനിക്ക് ഇത്ര വളർച്ച മതി. അതോടെ തന്നെ ഭയങ്കര നമ്മളതല്ലേ ഡാൻസിന്റെ ഞാനല്ലേ വിളിച്ചിട്ട് ചുണ്ടുമാണല്ലേ പൊത്തുങ്ങാണ്ട് അതിൽ ചെയ്തിന്. അപ്പോൾ കേസ് കട്ടൻ ചായ എടുക്കണം മുന്നോട്ട്. അതേപോലെ പാലുണ്ട്. അപ്പം നിങ്ങൾക്ക് ചായ ഉണ്ടാക്കാൻ അറിയാത്തവരൊക്കെ ഉണ്ട് ഈ വീഡിയോ കണ്ടോളി. കട്ടൻ ചായ ഇജും കുട്ടികൾ നിന്നോളിട്ടോ. ആവശ്യമില്ലാത്ത വിഷങ്ങളും ചേർത്താണ് ഇവിടെ ഓരോ ഫുഡും ഉണ്ടാക്കിയാൽ ഫുഡുകൾ നിനക്ക് ഉണ്ടാക്കൂല. ഫുഡിങ് ഉണ്ടാക്കാൻ തിരക്കിടില്ല. കുട്ടികൾക്ക് ഇഷ്ടമാണ്. അപ്പൊ കേസ് രാവിലെ നമ്മളിങ്ങനെ പീടിക്ക് ഇറങ്ങിയതാട്ടോ. ഇവരൊക്കെ ചെറുക്കന്മാരൊക്കെ ഇവിടെ ഇങ്ങനെ പണിക്കോതെ കുത്തിരിക്കണ ഓരോ ചെറുക്കന്മാരുണ്ട്. ഓരൊക്കെ ഒന്ന് കാണാം. അപ്പൊ നോക്കുകയാണെങ്കിൽ നമ്മളെ കൂട്ടത്തിലൊരു യുവാവ്. അപ്പം എടാ നിങ്ങൾക്ക് എത്ര മാരുണ്ടടാ റഷിക? എന്ത് പെണ്ണിട്ടുള്ളായിരുന്നോ? അധ്വാനിക്കണ ജനവിഭാഗാടാ. ഇവനൊക്കെ അതിൽ പെട്ടതാണ് കേസ്. അതായത് കാണുമ്പോൾ ഇവനൊക്കെ ഫുള്ള് ടിപ്പ് ടോപ്പിൽ നടക്കുകയാണ്. പക്ഷെ രാവിലെ അധ്വാനിക്കാനുള്ളൊരു മനസ്സോനുണ്ട്. ഇജ്ജ് രക്ഷപ്പെടൂടാ അല്ലേ? ഉഷാറാട്ടോ. എത്ര ഉണ്ടോ വട്ടാന്? മധ്യലോ അനക്കു പണ്ട് പെണ്ണോക്ക് ജീവിക്കാനാ പോരെ? പക്ഷെ തന്നപ്പടി തരൂലെന്നുള്ളൂ അല്ലേ? ആ ഇതായിരുന്നു. ഞാൻ പിന്നെ ഒന്ന് ഇതാക്കട്ടടാ. ഭാരത ഗ്രൂപ്പിൽ ഇടല്ലേടാ. അതിമനോഹരമായ ഒരു വളരെ മികച്ചൊരു കീച്ചൈൻ കൊടുക്കാൻ. കീച്ചൈനോ? കാറ് ഫ്രീയാ. എല്ലാരും കാർ എടുക്കാനാണ് ചാവി ഉറക്കല്. അപ്പം ചാവി എടുത്ത് കാർ എടുത്തിട്ട് ചാവി ഉറക്കും. പണിക്കും പോവാതെ ഇപ്പം പിന്നെ ലീവിന് വന്നാണ്. ഓരോ തലന്റെ മുകളിലൊക്കെയാണ് ഗ്രൗണ്ട്. അതെ പിന്നെ പോണില്ലേ? പോണില്ലേ? ഏതാ ജയിച്ചടാ? ഏതാടാ ജയിച്ച്? അപ്പൊ ഗൈസ് അങ്ങനെ നമ്മൾ ഇന്നത്തെ വ്ളോഗ് എന്ന് പറയണത് എന്താ വെച്ചാല് എന്താ ഇതാണ് കേട്ടോ ഗൈസ്.
ഏത് അഞ്ചാ ഞാൻ പറഞ്ഞേ ഞാനോടെ പിന്നെ എന്ത് പടക്കാം മേശപ്പൂത്തി നിങ്ങളതിന്റെ തിരുമ്മ കളിച്ചല്ലേ അവിടെ വെക്കിച്ച് കീസ് അവിടെ വെക്ക് ഇബ്രാഹിം കീസ് അവിടെ വെക്ക് അവിടെ വെച്ചോളാ കീസ് അവിടെ വെച്ചോളാ കാക്കുവിന്റെ കുട്ടിയെ ഇപ്പൊ കുട്ടി അവിടെ വെച്ചളി ആ അവിടെ വെച്ചളി കളിക്ക ഒന്നിനും പറ്റൂല അതതിന് ഇനി ഒറ്റൊന്ന് പൊട്ടൂല കത്തൂല കണ്ടോ ഒക്കെ കിടന്നു അതിന്റെ തിരിയൊക്കെ കുണ്ടിന്റെ തിരിയോന് നേരത്തെ തിരി വലിച്ചതാണ് അതിന് പൊട്ടൂല ഓരോ പോട്ടത്തരം കാട്ടിയാണ് എന്ത് വലിച്ചേരണം അത് കൊടുക്കില്ല ആട്ടെ എങ്ങനെ നിൽക്കാൻ പേക്കാത്ത നോക്കാ അപ്പൊ കഴിച്ച അപ്പൊ നമ്മളിന്ന് കുട്ടികളെ ഒരു വിഷു ആഘോഷിക്കാൻ വേണ്ടിട്ട് ഇറങ്ങിയതാട്ടോ ഒന്ന് പടക്കം പൂത്തിരിയൊക്കെ കത്തിക്കാൻ വേണ്ടിട്ട് നമ്മളെ ലൈഫ് നിങ്ങൾക്ക് അറിയില്ലേ മതേതരവാദിയാണ് ഞാൻ എല്ലാ മതങ്ങളെയും ബഹുമാനിക്കുകയും അവരുടെ സന്തോഷങ്ങളിൽ പങ്കുചേരുകയും നമ്മുടെ മതത്തെ കൈവിടാതെ മുറുക്കെ പിടിക്കുകയും ചെയ്യുന്ന ഒരു തരം മുറുക്കെ പിടിക്കൽ കുറച്ച് ഇന്ന് ഞങ്ങൾ ചെറിയ പൂത്തിരല്ലേ വാങ്ങിക്കല്ലേ മദ്രസ്കോണ് നേരത്തെ പടക്കം വാങ്ങാൻ പൊട്ടിക്കാൻ പാടില്ല മറ്റാക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞേ പറഞ്ഞോ പാടില്ല അമ്മക്ക് കടയില് തിരക്കാണെന്നില്ലേ അപ്പൊ ഞാൻ പറഞ്ഞേ എന്നാ ഇന്ന് കടന്നുറങ്ങിക്കളാം അപ്പൊ അടുത്ത ആരും കൊണ്ടുപോകില്ലല്ലോ നാളെയും പൊട്ടിച്ചാന്ന് പറഞ്ഞേ അപ്പൊ കണ്ണില് വെള്ളം നിറച്ച് തോല് ഒഴിച്ച പിന്നെ നിങ്ങൾക്ക് ഒഴിച്ച പിന്നെ അതില് കൈയിടാണല്ലോ നിങ്ങളെ ഒന്ന് കൈയെടുത്ത് പോയി പോ അപ്പൊ നമ്മള് വാങ്ങിയിട്ടുള്ളത് അയിമ ഗുണ്ടുമ്പോ ഞാനും കൈ തട്ടിയാലേ ആ കൈ ഞാൻ വെട്ടും കേട്ടോ പറഞ്ഞുകൊണ്ടാണ് അത് ചക്രവർത്തി എന്ത് ചക്രവർത്തി കണ്ടപ്പോൾ വാങ്ങി പോന്നാണ് ഞാൻ എന്താ വിചാരിച്ചേ ബ്രോ നമ്മളെ കുട്ടികളെ ഹാപ്പിനെസ് സന്തോഷം അപ്പൊ ആദ്യം നിങ്ങളേ മൂന്നാൾ ഓരോ പൂത്തിരി പിടിക്ക് ഇതടക്ക് അടക്ക് പൂത്തിരി രണ്ടെണ്ണം പൂത്തിരി രണ്ടെണ്ണം നമ്മള് കത്തിച്ചില്ലേ മൂന്നാൾ ഇവിടെ നിന്നാണ് വലിക്ക് കത്തിച്ചണ്ട കേട്ടോ ഇതുകൊണ്ടാ തീപ്പെട്ടി ഓടാ അവിടുന്ന് അങ്ങോട്ട് മാറിക്ക് ഓന്റെ എന്താ കൈ കേട്ടെ ആ നമ്മളാണേ ഇജ്ജത്ത് ഇങ്ങനെ താത്ത അവിടെ പിടിച്ചാ മതി അതെ മിന്നണ്ട ഞാൻ അതിന്റെ അടുത്ത് കൊണ്ടുപോയി പിടിച്ചാ മറ്റേത് ജിബ്രാനെ അയിമക്ക് കാണിച്ചു കൊടുത്താ അയിമ തട്ടിച്ച് അപ്പൊ എൻ്റെ കത്തും ആ അബ്രുവിന് മേത്തേക്ക് ഇങ്ങനെ തിരിച്ചാക്കരുത് കേട്ടോ ആരും മേത്തടിച്ചരുത് എപ്പടി ഇരിക്കേ ഓക്കെ ജിബ്രാനെ മേത്തേക്ക് തെറിച്ച് നോക്കിട്ടോ അജ് മിന്നിയാണ്ട് എന്താണ് എടുക്കാതെ കൈ കൊണ്ട് എടുക്കേ വിട്ടുക്ക് പിടിച്ചു കൈയോട് ഇങ്ങനെ വിട്ടുക്ക് പിടിച്ച് തിരിച്ചണ്ട ഇബ്രാഹിം തിരിച്ചണ്ട ഓവറായിട്ട് അങ്ങനെ പിടിച്ച് നിന്നാൽ ആ ഈ ചെറിയ തരിയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും തെറിച്ചോളൂ മേത്തേക്ക് ആവുന്നില്ല കേട്ടോ പേടിച്ചണ്ട കേട്ടോ എങ്ങനെയുണ്ട് സൂപ്പർ അടിപൊളി ഷോർട്സ് എടുത്തോട്ടോ സൂപ്പർ അല്ലേ
വിഷുവിന്റെ എന്താ ഗൈസ് ഞങ്ങളുടെ വ്ളോഗ് സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട് ഗൈസ്. വ്ളോഗ് കാണും, ഫുൾ വ്ളോഗ്, ഓളെ ഷോർട്സ് കാണണ്ട ഗൈസ്. എന്റെ വ്ളോഗ് കാണും. കമ്പിയമ്മ പിടിച്ചരുത് കേട്ടോ, ഈ സാധനം നല്ല ചൂടുണ്ടാവും. ഓക്കെ, അടുത്തതായി വേദിയിൽ ഞാനേ പറയ് ഇത് കത്തിച്ചാല് ജാതി പറ അപ്പ ഗൈസ് ഒക്കെ പറ. അപ്പൊ നമ്മളിന്ന് എന്താ ഇതിന്റെ പേരൊക്കെ തീരെ അറിയുന്നില്ല. മേശപ്പൂത്തിരിടാ അടുത്ത കത്തിച്ച നമ്മള് എന്താ ലൈറ്റർ. എനിക്ക് പേടിയൊക്കെ എനിക്കൊരു പേടി. എന്നാ എടുത്തു വാ, അവിടെ നല്ല കത്തിക്കല് ഇവിടെ വെക്ക്. അതുകൊണ്ടല്ല അത് തെറിച്ചുമ്പോ അവിടെ വെക്ക്, കുറച്ചും കേട്ടേക്ക്. ആ ലൈറ്റർ എടുത്തോണ്ട് എന്നാ എന്നാ മരുന്നാ കേട്ടോ ജിബ്രാനെ. അത് അങ്ങനെ കത്തൂല മോനെ, മാറുന്നുള്ള ജിബ്രാനെ. എങ്ങനെയുണ്ട്? അവിടെ ചവിട്ടണ്ട കേട്ടോ, ചെരുപ്പിട്ടാണ് പോയിട്ട് പോയി ചെരുപ്പിട്ടാണ് നിങ്ങള്. അതിന്റെ മണം വരും കേട്ടോ. പോയി കണ്ടേ ചെരുപ്പിട്ടാണ് കരങ്ങളെ അതിന്റെ എങ്ങനെയുണ്ട്? അവിടെ വെക്ക്. നിങ്ങളെ ചെരുപ്പ് എവിടെ? നിങ്ങളെ ചെരുപ്പ് എവിടെ? ചെരുപ്പ് ഇടാത്തോലെ ഇതിക്ക് ഇറക്കൂല. ആ കേട്ടോ, അവിടെ വെക്ക്, അവിടെ വെക്ക്, അവിടെ വെച്ചാ മതി. ജിബ്രാനെ അനക്കാവുന്ന ഇത് കത്തിച്ചാനായിട്ടില്ല മോനെ. ആക്കം പോലെ ഇട്ടാ ആക്കം പോലെ ഇട്ടാ മതി. ഇതൊക്കെ രസമാണ് കഴിച്ച്. സമയം രാത്രി 2 മണിയൊക്കെ കഴിക്കണം, 10-12 മണി കഴിക്കണമെങ്കിൽ ഞങ്ങളിവിടെ വിഷു ആഘോഷിക്കണം ഞങ്ങള്. എന്ത് ആ സ്ഥലം നമ്മളെന്തായാലും എടുക്കൽ നിർബന്ധമായി. ജിബ്രാനെ ഇപ്പൊ ഒരു പീടിയന്റെ മുന്നിൽ നിർത്തി. അപ്പൊ നേരെ അപ്പുറത്തെ ഒരു സ്വർണ്ണക്കടയാണ് വാഴമ്പലത്ത്. അതില് ഓന് ഇപ്പാനോട് അറിയണേ ചെറിയൊരു മാല വാങ്ങിട്ട് അത്യാഗ്രഹമല്ല. ഔദന അടുപ്പിച്ചൂല കേട്ടോ, ചെരുപ്പിടാതെ തന്നെ ഇതിന്റെ അടുത്ത് കൊണ്ടുവരും. ആ ഞാൻ അങ്ങട്ടാണ് അങ്ങട്ട്. അതതിന് എങ്ങനെയാണെന്ന് മായാജാൽ മാറിക്കോക്കോ. കത്തിച്ചണ്ട. ഓടാ നെജ്ജും മറ്റേ ചിരിക്കാൻ മറിച്ച ചിരിക്കാൻ അറിയാണ്ട് ഒലത്തിയാണ്ട് മാറിക്ക അവിടെ പോയി പുട്ടിക്കിട്ടോ മക്കളെ. നമുക്ക് പൂത്തിരി വെച്ചുകൊടുക്കലാണ്. ഇത് ചെറിയ പുത്തിരിയല്ലേ? അത് പെട്ടെന്ന് വരൂലേ മേത്തക്ക്? ഇത് പടക്കാട്ടോ ചെറുക്ക. മുട്ടിക്ക് നിങ്ങൾ അതിന്റെ അടുത്തുനിന്ന് മുട്ടിക്ക് കത്തു. അപ്പൊ ഓലൊക്കെ ഒന്ന് വാങ്ങി നോക്കി. നാളെ കത്തിച്ചാറിന് ഇത് അമർത്തല്ലേ? ഞാൻ സ്മെല്ലുണ്ട് കേട്ടോ അല്ലേ? നിങ്ങളെ പറ്റിച്ചു തോന്നണില്ലേ? കഴിഞ്ഞ കൊല്ലത്തെ തന്നതാ. പേപ്പർ തീയിട്ടോ, പേപ്പറിൽ കത്തിച്ചാണ്ട് വെച്ചോക്ക.
എന്ത് എങ്ങോട്ടാണ് പേപ്പർ കൊണ്ടുവരാൻ പോയത്. എനിക്ക് തോന്നി ഈ ബക്കറ്റാണ് കേട്ടോ. കിട്ടിയോ? പിടിച്ച പുട്ടുന്നോളിട്ടോ. മാറുന്നളി ആ സാധനം അവിടുന്ന് എടുക്കിട്ടോ. അപ്പൊ ആ ഇല്ല, തീപ്പെട്ടികളൊക്കെ നിങ്ങൾ ആദ്യം ഒന്ന് മാറി നിക്കേ ഇബ്രോ. മണം അങ്ങോട്ട് പോണ്ടല്ലേ, പോ അങ്ങോട്ട് പോ, കുട്ടികളെ മേത്തുക്കാവും. അങ്ങോട്ട് മാറി മേത്തൊന്നും കൊണ്ടാവില്ല കേട്ടോ. ഓരോരുത്തർ മൂന്നാളി 3 ഭാഗത്താക്കി. എടുത്തേക്ക് പോകല്ലേ, എടുത്തേക്ക് പോകല്ലേ. ജുബ്ര അവിടെ നിക്ക്. ജുബ്ര എന്ത് ടോർച്ച് അടിച്ചാവും കൊണ്ട് എത്തോന്റെ കത്തിയില്ലേ. വേർത്തോണ്ടെന്നോ ഔദനോട് ഇബ്രാഹിമിനോട് ഞാൻ പലവട്ടം പറഞ്ഞു, ഓനോട് ഒരു കാര്യം പറഞ്ഞു വലിച്ചാ നിക്കണ്ട. നോക്കാ ചവിട്ടിനോടത്തൊക്കെ തീ ഉണ്ടാവും. ജുബ്ര കാട്ടുകോകല്ലേ, ഇങ്ങോട്ട് ഇങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ പേപ്പറിൽ കൊണ്ടുപോയി കണ്ടാണ് അതിന്റെ ഇത് ഇടുന്നത്. നീച്ചളന്നാലേ ആക്കണാവുതാ പിടിച്ച പിടിച്ച ആടന്നാ എവിടക്ക പോണേ? ഇല്ല കുട്ടികളുണ്ട് അവിടെ, അങ്ങനെ പിടിച്ചാ മതി. ഞാന്റെ കയ്യട്ട് എന്നിട്ട് എടുക്ക. അങ്ങനെയല്ല പിടിച്ചണ്ട, നേരിക്കിന് പിടിച്ച്. ചക്രം കത്തിച്ചാനാണ് കുട്ടി ഉണ്ട് പറഞ്ഞോട്. നിക്കോന്റെ കഴിഞ്ഞോട്ടെ. ഇല്ല ഇല്ല ഇല്ല, മറ്റേ സംഭവം അടിപൊളിയായില്ലേ. ചിടി അതിന്റെ പുക മണക്കലാണ് മാറി നളാ. ഔദന്റെ കഴിഞ്ഞു. ഞാൻ ഇവിടെ ഇട്ടോളാം. ഔദോ ഇത് കത്തിച്ചു. മാറിന്നോളി. ഇത് പമ്പര കറങ്ങണതാ. മുട്ടക്ക് അല്ലാ എന്തൊരു കറക്കലേ അത്. രണ്ടാമത്തെ ഇതെന്ത് ഗുണ്ട എങ്ങനെ പൊട്ടുക? പേര് സിറ്റോട്ട് പോയിന്നോ ഓണാക്കണ്ട. അവിടെ ഓണാക്കിയോ? ഇവിടെ എത്തല്ലേ? എന്നിട്ട് വേണം ചെവി കൂക്കണാക്കണ്. ഞാൻ ആ കുട്ടിയൊന്ന് പോയോട്ടെ. ജുബ്രു ഇങ്ങോട്ടേക്ക്, അത് മറ്റേ സാധനമാണ്. ഇങ്ങോട്ടേക്ക് ജുബ്രു.
നല്ല രസമുണ്ട്. അതെ, ആ ഗോൾഡൻ കളറൊക്കെ വന്നിട്ടാണോ തോന്നണേ? ഇനി ഉണ്ടോ? അടിപൊളി. അത് കഴിഞ്ഞോ? ഇബ്രാഹിമേ